സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം തന്നെയാണ്. കാരണം പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സിനിമയിൽ നിന്നുള്ളവരാണ്. ബോളിവുഡ് മുതൽ മോളിവുഡ് വരെ നിരവധി ചെറുതും വലുതുമായ അഭിനേതാക്കൾ രാഷ്ട്രീയത്തിലുണ്ട്. ചിലർ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു, മറ്റു ചിലർ നിലനിൽക്കുന്ന പാർട്ടികളിൽ ചേർന്നു. രാഷ്ട്രീയത്തിലെ അഭിനേതാക്കളെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം വരേണ്ട പേരുകൾ മറുത്തൂർ ഗോപാല രാമചന്ദ്രൻ എന്ന എംജിആറും നന്ദമുരി താരക രാമറാവു എന്ന എൻടിആറും ഒക്കെ തന്നെയാണ്. ഇവരുടെ സ്വാധീനത്തിലാണ് ഇന്നും പലരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ബോളിവുഡിലേക്ക് നോക്കിയാൽ അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, ഹേമ മാലിനി, ഗോവിന്ദ, ജയപ്രദ, സ്മൃതി ഇറാനി, സണ്ണി ഡിയോൾ തുടങ്ങിയ നിരവധി പേർ. ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഇലക്ഷനിൽ മത്സരിച്ചവരും ജയിച്ചവരും ഒക്കെ തന്നെയാണ്. ഇതിലേക്ക് അവസാനം ചേർക്കപ്പെട്ട പേര് 2024 ഇലക്ഷനിൽ ജയിച്ച കങ്കണ റണവത്തിൻ്റെയാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ പേരുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. സൂപ്പർ സ്റ്റാറുകളടക്കം എല്ലാവരും തന്നെ രാഷ്ട്രീയത്തിൽ അഭിനിവേശമുള്ളവരാണ്. തമിഴ് മക്കളുടെ സ്വന്തം പുരട്സിത്തലൈവർ എംജിആർ 1972 ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ച് തമിഴ് രാഷ്ട്രീയത്തിന്റെ അതികായനായി. അദ്ദേഹത്തെ കൂടാതെ ജയലളിത, ശിവാജി ഗണേശൻ, വിജയകാന്ത്, കമലഹാസൻ, രജനീകാന്ത്, ഖുഷ്ബു, ശരത് കുമാർ, രാധിക ശരത് കുമാർ തുടങ്ങിയ നീണ്ട താരനിരകൾ തന്നെയുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിലാണെന്ന് തോന്നുന്നു സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ച അഭിനേതാക്കൾ കൂടുതലുള്ളത്. 2005 ക്യാപ്റ്റൻ വിജയകാന്ത് ദേശീയ മുറുപോക്ക് ദ്രാവിഡ കഴകം സ്ഥാപിച്ചു. 2018 കമൽഹാസൻ മക്കൾ നീതി മയ്യവും, 2007 ശരത് കുമാർ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷിയും, 2017 സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രജനി മക്കൾ മന്ത്രവും രൂപീകരിച്ചു. 2021 ഈ പാർട്ടി പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഈ ലിസ്റ്റിലേക്ക് അവസാനം 2024 തമിഴക വെട്രി കഴകത്തിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തി വിജയ് എത്തി നിൽക്കുന്നു. തെലുങ്ക് ദേശം പാർട്ടി സ്ഥാപിച്ച് എൻടിആർ ശക്തമായ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു. എൻടിആറിൽ തുടങ്ങി നന്ദപുരി ബാലകൃഷ്ണ, ചിരഞ്ജീവി, റോജ, നഗ്മ തുടങ്ങി 2024 ഇലക്ഷനിൽ ജയിച്ച പവൻ കല്യാൺ ഉൾപ്പെടെയുള്ള നിരവധി പേർ. ഇവിടെയും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചവരുണ്ട്. 2008 ചിരഞ്ജീവി പ്രജരാജ്യം പാർട്ടി രൂപീകരിച്ചു. പ്രജരാജ്യം പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡറായിരുന്ന പവൻ കല്യാൺ 2014 സ്വന്തമായിട്ട് ജനസേന പാർട്ടി രൂപീകരിച്ചു. തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങിയ അഭിനേതാക്കൾ കുറവാണ് കന്നഡയിൽ. MP ആയും മന്ത്രിയായും കന്നഡ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ താരമാണ് അംബരീഷ്. സുമലതയും സജീവമായി രാഷ്ട്രീയത്തിലുണ്ട്. മലയാള സിനിമയിൽ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങിയ അഭിനേതാക്കൾ കുറവാണ്. ഇനി നമ്മൾ ആദ്യം ഓർക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ തന്നെയാവും. 2024 ഇലക്ഷനിൽ ജയിച്ച് ജൂൺ 9 കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹത്തെ കൂടാതെ കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയായ ഗണേഷ് കുമാർ, MLA മുകേഷ് തുടങ്ങിയവർ സജീവമായി രാഷ്ട്രീയത്തിലുണ്ട്. ഇന്നസെന്റ്, മുരളി, ജഗദീഷ്, ദേവൻ, കൃഷ്ണകുമാർ തുടങ്ങി ഇനിയും പേരുകൾ ചേർക്കപ്പെടുമോ എന്നും കൂടുതൽ അഭിനേതാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നും കാത്തിരുന്നു തന്നെ നമുക്ക് കാണാം.